വിമുക്തിയെ സംബന്ധിച്ചൊക്കെ പറയുന്നത് വിമുക്തി യാതൊരുവിധ പ്രവർത്തനവുമില്ല എന്ന് ഇന്ന് നിയമസഭയ്ക്കകത്തും അത് ഏറ്റുപാടുന്ന രാഷ്ട്രീയ പിന്മുറക്കാരുമൊക്കെയാണ് നിലവിലുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കായികപരമായിട്ടുള്ള വിമുക്തി ഒറ്റ നിലയിലല്ല പ്രവർത്തിക്കുന്നത്. വിവിധ ശൃംഖല വഴി ഇന്നിപ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ചെറുപ്പക്കാർക്കിടയിൽ സമഗ്രമായിട്ടുള്ള ഇടപെടൽ വിമുക്തി മേഖലയിൽ നിന്നും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കായിക മേഖലയിൽ കായിക പ്രോത്സാഹനം നൽകുന്നതിന് ഉണർവ് പദ്ധതി, ലഹരി വിരുദ്ധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ കായിക ഇനങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തന്നെ ടീം വിമുക്തി എന്ന നിലയിൽ മറ്റൊരു പദ്ധതി, പ്രൈമറി തലത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ ലഹരിയിലേക്ക് വഴിവിട്ട് പോകാതിരിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കി വരുന്ന ബാല്യം അമൂല്യം പദ്ധതി, കുട്ടികളിലെ ലഹരി സംബന്ധമായ വിഷയങ്ങളെ എക്സൈസ് ഉദ്യോഗസ്ഥരെ അറിയിച്ച് അത് യഥാസമയം നടപടിയെടുക്കുന്നതിന് വേണ്ടി നേർവഴി എന്നൊരു പദ്ധതി, ഇങ്ങനെ വിവിധ പദ്ധതികളാൽ കോർത്തിണക്കപ്പെട്ട ഒരു ശൃംഖലയായി വിമുക്തി കേരളത്തിൽ വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരിടുന്ന വെല്ലുവിളി എന്താണ്? ഇപ്പോൾ മാറിയൊരു കാലഘട്ടത്തിൽ ഓൺലൈൻ വഴി അതുപോലെ തന്നെ പുതിയ നവമാധ്യമങ്ങൾ വഴിയൊക്കെ തന്നെ ഇപ്പോൾ വളരെ വിപുലമായി ഈ ലഹരിയുടെ കച്ചവടം ചില സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. ഇത് എക്സൈസ് വളരെ ജാഗ്രതയോടുകൂടി ഇടപെടുകയാണ്. ഇവിടെ ഞാൻ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിരുന്നാലും ശരി, BJPയുടെ പ്രതിനിധിയായിരുന്നാലും കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനെയും കേരളത്തെയും സർക്കാരിനെയും ഒക്കെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കണക്കുകളുടെ കറക്റ്റ് പ്രകാരം ഇന്ത്യ മഹാരാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ വിറ്റഴിക്കപ്പെടുന്ന ലഹരിയുടെ 75% വരവും എവിടെ നിന്നാണ്? ഗുജറാത്തിലെ മുന്ദ്ര പോർട്സ് വഴിയാണ്. അതിനാരാ ആ തുറമുഖത്തിന് ആരാ നേതൃത്വം കൊടുക്കുന്നത്? ആ തുറമുഖത്തിന് നേതൃത്വം കൊടുക്കുന്നത് അദാനിയാണ്. ഇത് വരുന്നത് ഗുജറാത്തിൽ നിന്നാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കോൺഗ്രസിൻ്റെ പ്രതിനിധിയും BJPയുടെ പ്രതിനിധിയും ബോധപൂർവം മറച്ചു വെക്കുന്നൊരു വിഷയമാണ്. നമുക്കതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉറവിടം തേടി ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇത് ഇപ്പോൾ വീടുകളിലേക്ക് എത്തുന്നുണ്ട്. ഈ ഉൽപ്പന്നം നമുക്കിപ്പോൾ ഇവിടെ പ്രോസസ്സ് ചെയ്യാനുള്ള സംവിധാനമില്ല. ഗുജറാത്തിൽ ഇതിൻ്റെ ഫാക്ടറികൾ വരെ ഉണ്ട് എന്നാണ് ഇന്ത്യൻ പാർലമെന്റിനകത്ത് തന്നെ നടന്ന ചർച്ചയ്ക്ക് ഒടുവിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുകളും മറ്റു കാര്യങ്ങളും. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു രാഷ്ട്രീയം പറയുന്നതല്ല ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയം ദുഷ്ടലാക്കോടുകൂടി ഉപയോഗിക്കപ്പെടുന്നതാണ്. ഈ ലഹരി പൊതുവായി നമ്മൾ നേരിടേണ്ട ഒരു സന്ദർഭം വരുമ്പോൾ ദുഷ്ടലാക്കത്തോടുകൂടി ഇടപെടുന്ന ഒരു രീതിയുണ്ട്. ഇവിടെ പറഞ്ഞല്ലോ, മാന്യവൽക്കരിച്ചുകൊണ്ട് പറഞ്ഞല്ലോ, ഒരു സ്റ്റേറ്റ് ക്യാമ്പ് ഒരു വിദ്യാർത്ഥി സംഘടനയാണ്. ഞാൻ അതിൻ്റെ പേരൊന്നും പറയില്ല. നെയ്യാർ ഡാമിൽ സംഘടിപ്പിക്കുമ്പോൾ അവിടെ പരസ്പരം കത്തിക്കുത്ത് നടത്തി ലഹരിക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങൾ സംസാരിച്ചപ്പോൾ സുരേഷ് കുമാർ ഞങ്ങളാണ് ഭരിക്കുന്നത് എന്ന രീതിയിലാണല്ലോ പറയുന്നത്. ഞങ്ങൾ നിയന്ത്രിക്കുന്നത് അസഹിഷ്ണുതല്ല, അതിന് മറുപടി കൃത്യമായിരിക്കണം. ഞങ്ങൾ ഭരിക്കുന്നു, ഞങ്ങൾ രണ്ടുപേരും ദയവായി അടുത്ത അതിഥികളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അവസാനിപ്പിച്ചില്ല, അതിനകത്ത് ഇടയ്ക്ക് ശല്യപ്പെടുത്തിയിട്ട് എന്റെ സമയം അപഹരിച്ചിട്ട് മറ്റുള്ള അതിഥികളിലേക്ക് എങ്ങനെയാ പോകുന്നത്? ബഹുമാനപ്പെട്ട KT ജലീൽ, ഇന്ന് കേരളത്തിന്റെ മുൻ മന്ത്രി MLA, അദ്ദേഹം ഒന്ന് നിയമസഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് എവിടെ വേണോ നിവർന്നു നിൽക്കാം. കാരണം ഞങ്ങൾക്കിടയിൽ ചാരായ കച്ചവടക്കാരില്ല, ഞങ്ങൾക്കിടയിൽ മദ്യ മുതലാളിമാരില്ല. മദ്യ മുതലാളിമാരെയും കഞ്ചാവ് കച്ചവടക്കാരെയും സംരക്ഷിക്കേണ്ടി വരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇത്തരത്തിൽ ഉരുണ്ടുകളി നടത്തും. ഇവിടെ KPCC പ്രസിഡന്റായി അവരോധിക്കാൻ വെച്ചിരിക്കുന്ന ആള് മുതൽ വെള്ളറടയിലെ പ്രിൻസ് വരെ, വെള്ളറടയിൽ നാട്ടിലെ കഞ്ചാവുമായി ആ ബാർ ആരുടെ പേരിലാണ് തുടങ്ങി സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടു. ഞാൻ പറയുന്ന വസ്തുത ആങ്കറിനെ തിരുത്തിക്കോട്ടെ. KPCC പ്രസിഡന്റായി അവരോധിക്കാൻ മദ്യനിർമ്മാണശാലകൾ കൊണ്ടുവരുന്നവരാണ്. ഇതാണ് പറയാനുള്ളത്. സുരേഷ് കുമാറിനെ പൂർത്തിയാക്കാൻ അനുവദിക്കും. ദയവായി പൂർത്തിയാക്കാം, വളരെ പെട്ടെന്ന്. KPCC പ്രസിഡന്റായി അവരോധിക്കാൻ ഇരുത്തുന്ന ആള് മുതൽ ഇനി താഴെ വെള്ളറടയിലെ പ്രിൻസ്, അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ നസീബ്, നഹാസ് പത്തനംതിട്ട, ഇതെല്ലാം ഈ ആളുകൾ അരുവിക്കരയിലെ മണ്ഡലം പ്രസിഡന്റ് ഷൈജു. നമ്മുടെ വിഷയത്തിൽ ഞാനത് പറഞ്ഞു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മേൽ കരുതൽ വീഴ്ത്താൻ പോകുമ്പോൾ ഞാൻ ഇത് പറയാൻ വേണ്ടി ആഗ്രഹിച്ചു വന്ന ആളല്ല. എനിക്ക് ചില കാര്യങ്ങൾ, വസ്തുതകൾ ഇവിടെ പറയേണ്ടി വരും. ആ വസ്തുതകൾ എന്ന് പറയുന്നത് വളരെ വൃത്തികെട്ട മുഖമായിരിക്കും, ചില പ്രസ്ഥാനങ്ങളുടെ വൃത്തികെട്ട മുഖമായിരിക്കും ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കാണ് പ്രശ്നം, നിങ്ങളാണ് എന്താണ് വരും ദിവസങ്ങളിൽ